ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അഷ്ലോക് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ 365 എപ്പിസോഡിൽ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ കഥയിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അശോകന്റെ പുറകെ ഓടുന്ന ആശയെയാണ്. അശോകൻ ദേഷ്യപ്പെട്ട് മുന്നോട്ടു പോകുമ്പോൾ അശോക് എന്ന് വിളിച്ചുകൊണ്ട് ആശ കിതച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പായുകയാണ്. എന്നാൽ അശോകൻ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ നടന്നു നീങ്ങുന്നു. അശോകനെ തടയാനായി അതിവേഗം ഓടിയ ആശ അബദ്ധത്തിൽ അവിടെയുണ്ടായിരുന്ന ഒരാളുടെ ദേഹത്ത് തട്ടി വീഴാൻ പോകുന്നു. ബാലൻസ് തെറ്റിയ ആശ ചെന്ന് ഇടിക്കുന്നത് അവിടുത്തെ മതിലിന്റെ മുകളിലാണ്. ആ ഇടയിൽ ആശയുടെ തലയ്ക്ക് നല്ല രീതിയിൽ പരിക്കേൽക്കുന്നു. നെറ്റി പൊട്ടി ചോര വാർന്നൊഴുകാൻ തുടങ്ങുന്നു. ഇത്രയും വലിയ വേദനയുണ്ടായിട്ടും ആശ തന്റെ ലക്ഷ്യം മറക്കുന്നില്ല. ചോരയൊലിപ്പിച്ചുകൊണ്ട് അവൾ വീണ്ടും അശോകനെ പിന്തുടരാൻ ശ്രമിക്കുകയാണ്. ഈ ദയനീയ കാഴ്ച കണ്ടുകൊണ്ടാണ് ഹോട്ടൽ ഓണറും ഭാര്യയും അവിടേക്ക് വരുന്നത്. ഓടിപ്പോകുന്ന ആശയെ അവർ ബലമായി തടഞ്ഞു നിർത്തുന്നു. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? തലയിൽ നിന്ന് ചോര വരുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ആശയെ പിടിച്ചു നിർത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായി കമന്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഓഫ് ഇടാൻ മറക്കരുതേ. വലിയ കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ സമയം കളയേണ്ടതില്ല. ജസ്റ്റ് ഒരു ഹാർട്ട് ഇട്ടാൽ മതി. അത് കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ വീഡിയോയ്ക്ക് 100 ലൈക്കും 100 കമന്റും ഒരേപോലെ വന്നാൽ നമ്മൾ ഒരു ദിവസം 2 എപ്പിസോഡുകൾ വീതം അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നീട് സീൻ മാറുന്നത് അപ്സരയിലേക്കാണ്. തന്റെ സൗന്ദര്യത്തിൽ അമിതമായ അഹങ്കാരമുള്ള അപ്സര കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓരോരോ മേക്കപ്പുകൾ പരീക്ഷിക്കുകയാണ്. താൻ അതിസുന്ദരിയാണെന്നും തന്റെ അത്ര അഴകുള്ള ആരും ഈ ലോകത്തില്ലെന്നുമാണ് അവളുടെ ഭാവം. അതുകൊണ്ട് തന്നെ ഏത് ആണുങ്ങളും തന്റെ പുറകെ വരുമെന്ന അമിത വിശ്വാസത്തിലാണ് അപ്സര എപ്പോഴും നടക്കുന്നത്. എന്നാൽ അപ്സരയുടെ ഈ പ്രവൃത്തികൾ അമ്മായിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടക്കുന്നത് എന്ന് അവർ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതിന് അപ്സര നൽകുന്ന മറുപടി വളരെ പുച്ഛത്തോടെയാണ്. നിങ്ങളുടെ മകനെ എപ്പോഴാണ് ഉപേക്ഷിച്ചു പോവുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും തയ്യാറായി ഇരിക്കേണ്ടതുണ്ട് എന്ന് അവൾ മറുപടി നൽകുന്നു. അതിനുശേഷം അപ്സര തന്റെ മകൻ വിളിക്കുന്നത് കേട്ട് പുറത്തേക്കിറങ്ങുകയാണ്. അവിടെ വെച്ചാണ് അവൾ അശോകനെ കാണുന്നത്. അശോകൻ മുഖം കഴുകി മുടി ഒതുക്കുന്ന രംഗം അപ്സര അതീവ താല്പര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. അശോകന്റെ ലുക്കും അവന്റെ ഓരോ ചലനങ്ങളും അപ്സരയെ വല്ലാതെ ആകർഷിക്കുന്നു. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി മുന്നിൽ നിന്നിട്ടും ഇവൻ എന്താണ് എന്നെ നോക്കാത്തത് എന്ന് അവൾ അത്ഭുതപ്പെടുന്നു. അശോകൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗത്തിൽ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. ഇത് അപ്സരയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നു. പേടിക്കണ്ട, എങ്ങനെയെങ്കിലും എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചെടുക്കും എന്ന് അവൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. വീണ്ടും ആശയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ തലയിലെ പരിക്ക് കാരണം അവൾ മുറിയിൽ വിശ്രമിക്കുകയാണ്. ഓണറും ഭാര്യയുമാണ് അവളെ ശുശ്രൂഷിക്കുന്നത്. അവർ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നൽകുകയും നെറ്റിയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നിനക്ക് വേറെ ഒന്നും സംഭവിക്കാഞ്ഞത് എന്ന് ഓണർ പറയുമ്പോൾ അദ്ദേഹത്തിന് അശോകനോട് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തിനാണ് അശോകന്റെ അനിയത്തിയോട് ഇങ്ങനെ ചെയ്തത്? അവൾ വിളിച്ചപ്പോൾ ഒന്ന് നിന്നു കൊടുക്കാമായിരുന്നില്ലേ? അവന്റെ പുറകെ ഓടിയതുകൊണ്ടല്ലേ അവൾക്കിപ്പോൾ ഈ ഗതി വന്നത് എന്ന് അദ്ദേഹം സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ആലോചിക്കുന്നു. ഈ സമയത്താണ് അശോകൻ മുറിയിലേക്ക് വരുന്നത്. ആശയുടെ നെറ്റിയിലെ പ്ലാസ്റ്റർ കണ്ട് അശോകൻ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അവൻ വേഗം ഓടി അവളുടെ അടുത്തെത്തി. ആശ, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് പരിഭ്രമത്തോടെ അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് ഓണർ ഇടപെടുന്നത്. അശോകനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം വിവരിക്കുന്നു. നീ ഇനി ഒന്നും പറയണ്ട. അവൾ നിന്നെ എത്ര തവണ വിളിച്ചു? നിന്റെ പുറകെ ഓടി വന്നപ്പോൾ മതിലിന്റെ മുകളിൽ തലയിടിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. അവളുടെ തല മുഴുവൻ ചോരയായിരുന്നു എന്ന് ഓണർ പറയുന്നു. ഇത് കേൾക്കുന്ന അശോകൻ ആകെ തകർന്നു പോകുന്നു. താൻ കാരണമാണ് പ്രിയപ്പെട്ടവൾക്ക് ഇത്രയും വലിയ അപകടമുണ്ടായതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അശോകൻ ആശയോട് ഒരുപാട് തവണ സോറി പറയുന്നുണ്ട്. താൻ അവൾ വിളിച്ചത് കേട്ടില്ലെന്നും അതുകൊണ്ടാണ് നിർത്താതെ പോയതെന്നും അവൻ വിശദീകരിക്കുന്നു. എന്നാൽ ഓണർ അവനെ വിടാൻ ഒരുക്കമല്ല. ആശ പറയുന്ന കാര്യം നിങ്ങൾക്കൊന്ന് കേട്ടുകൂടെ അശോക്? അവൾക്കൊരു ജോലി ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാത്തത് എന്തിനാണ്? ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏത് ജോലിയാണെന്ന് നോക്കാതെ കിട്ടുന്നത് ചെയ്യുകയാണ് വേണ്ടത്. ഹോട്ടൽ ജോലി മോശമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് ഓണർ അവിടെ നിന്നും പോകുന്നു. അശോകൻ വീണ്ടും സങ്കടത്തോടെ സോറി പറയുമ്പോൾ ആശ അവനെ കണ്ണീരോടെ കെട്ടിപ്പിടിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ആശ അശോകനെ തിരയുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അശോകൻ ഹോട്ടൽ വണ്ടി കഴുകി വൃത്തിയാക്കുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെ ഓടിപ്പോയി അശോകനെ കെട്ടിപ്പിടിക്കുന്നു. താൻ ചെയ്ത തെറ്റിന് ആശ അശോകനോട് സോറി പറയുന്നുണ്ടെങ്കിലും അശോകൻ പറയുന്നത് ഇപ്പോൾ സോറി പറയാൻ സമയമില്ല, നമുക്ക് ഈ വണ്ടി വൃത്തിയാക്കിയെടുക്കാം എന്നാണ്. അവർ രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ ആ വണ്ടി കഴുകി വൃത്തിയാക്കുന്നു. ഇവർ വീണ്ടും ഒന്നിച്ചത് കണ്ട് അപ്സരയ്ക്ക് നല്ല അസൂയ തോന്നുന്നു.
അശോകനും ആശയും തമ്മിലുള്ള പിണക്കം മാറി അവർ വീണ്ടും ഒന്നിക്കുന്നത് അപ്സരയ്ക്ക് ഒട്ടും സഹിക്കാനാവുന്നില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആശയും അശോകനും ചേർന്ന് അതീവ സന്തോഷത്തോടെ ആ വണ്ടി കഴുകി വൃത്തിയാക്കുന്നത് അപ്സര ദൂരത്തുനിന്ന് നോക്കി നിൽക്കുകയാണ്. അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് തീർന്നോ എന്നോർത്ത് അവൾ അസൂയയോടെ പല്ലുകടിക്കുന്നു. തന്റെ സൗന്ദര്യം കണ്ടിട്ട് പോലും അശോകൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന ദേഷ്യം അവളുടെ ഉള്ളിലുണ്ട്. ഈ അസൂയയും കലിപ്പും അടക്കാനാവാതെ അപ്സര അകത്തേക്ക് വരുമ്പോഴാണ് അവളുടെ അമ്മ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്സരയുടെ മുഖത്തെ ദേഷ്യം കണ്ട് അമ്മ കാര്യം തിരക്കുന്നു. അപ്പോഴാണ് അപ്സര തന്റെ ഉള്ളിലെ വിഷം പുറത്തെടുക്കുന്നത്. പുറത്ത് ആശയും അശോകും കാണിക്കുന്ന ആ പ്രഹസനം തനിക്കൊട്ടും പിടിക്കുന്നില്ലെന്നും അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്റെ രക്തം തിളയ്ക്കുകയാണെന്നും അവൾ അമ്മയോട് പറയുന്നു. ആശയെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൾ എപ്പോഴും അശോകന്റെ കൂടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്നാണ് അപ്സര പറയുന്നത്. എന്നാൽ അശോകനെ അത്ര കുഴപ്പമില്ലെന്നും അവനോട് തനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെന്നും അവൾ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്സരയുടെ ഈ സംസാരം കേട്ട് അമ്മയ്ക്ക് വലിയ ദേഷ്യം വരുന്നു. നീ എന്റെ മരുമകളാണെന്നും എന്റെ മകനെയാണ് നീ സ്നേഹിക്കേണ്ടതെന്നും അമ്മ അവളെ ഓർമ്മിപ്പിക്കുന്നു. നിനക്കിപ്പോൾ കുറച്ചു ദിവസമായി എപ്പോഴും അവരുടെ പിറകെ തന്നെയാണല്ലോ നടപ്പ്. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ അവരെ എന്ന് അമ്മ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്. അന്യപുരുഷന്മാരെ നോക്കി നിൽക്കാതെ സ്വന്തം കുടുംബത്തിൽ ശ്രദ്ധിക്കാൻ അമ്മ താക്കീത് നൽകുന്നുണ്ടെങ്കിലും അപ്സര അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവർ തുടങ്ങാൻ പോകുന്ന പുതിയ ഹോട്ടൽ ബിസിനസ് എങ്ങനെയെങ്കിലും തകർക്കണമെന്നും അവരെ തമ്മിൽ അകറ്റണമെന്നും അവൾ തന്റെ അമ്മയോട് ഗൂഢമായി പ്ലാൻ ചെയ്യുന്നു. മറ്റൊരു വശത്ത് കാലിന്തി തന്റെ മക്കളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്കുഷിന് അവന്റെ സ്വത്തുക്കളെല്ലാം തിരികെ നൽകുന്നതിനെക്കുറിച്ച് കാലിന്തി ആലോചിക്കുന്നു. എന്നാൽ അവൻ നന്നാവാതെ സ്വത്ത് നൽകുന്നത് ശരിയല്ലെന്ന് അജു പറയുന്നുണ്ടെങ്കിലും അവന്റെ ഭാര്യയെ ഓർത്താണ് കാലിന്തിക്ക് വിഷമം. തുടർന്ന് ആശയും അഞ്ജലിയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നു. തങ്ങളുടെ പുതിയ ഹോട്ടൽ പ്ലാനിനെ കുറിച്ച് ആശ അഞ്ജലിയോട് വിവരിക്കുന്നു. അശോകന്റെ അടുത്തേക്ക് എത്തുന്ന ആശ ഇനി വാങ്ങേണ്ട സാധനങ്ങളെക്കുറിച്ച് കുക്കർ, മിക്സി, ജ്യൂസർ സംസാരിക്കുന്നു. എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിൽ ആശയും അശോകും തമ്മിലുള്ള വളരെ ഗൗരവമേറിയതും എന്നാൽ വൈകാരികവുമായ ഒരു സംഭാഷണമാണ് നടക്കുന്നത്. ആശ വലിയ ആവേശത്തോടെ ഹോട്ടലിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ അശോകൻ അവളെ ശാന്തനായി തടയുന്നു. ഒരു ചെറിയ റിയാലിറ്റി ചെക്കുണ്ട് ആശ. നീ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അത്യാവശ്യത്തിന് പൈസ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള പൈസയൊന്നുമില്ല എന്ന് അശോകൻ ഓർമ്മിപ്പിക്കുന്നു. അശോകൻ തുടരുന്നു. നീ ചിലപ്പോൾ നിന്റെ സേവിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും. അത് വെച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാമായിരിക്കും. പക്ഷേ ഫുഡിന്റെ കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ താഴ്ത്തിക്കെട്ടാനോ നിന്റെ കോൺഫിഡൻസ് കളയാനോ പറയുന്നതല്ല. നമ്മൾ രണ്ടുപേരും പ്രൊഫഷണൽ ഷെഫുകളൊന്നുമല്ല. കുറച്ച് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ പ്രൊഫഷണൽ ഷെഫ് ആകില്ലല്ലോ. ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആളുകൾ വരണമെങ്കിൽ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി എത്രത്തോളം പ്രധാനമാണെന്നും അശോകൻ ആശയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. തനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് അത്ര വലിയ ധാരണയില്ലെന്നും ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യമല്ലെന്നും അശോകൻ പറയുന്നു. എന്നിരുന്നാലും ഇന്ന് തനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്നും അതെന്തായാലും കിട്ടണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അശോകൻ ആശയോട് പങ്കുവെക്കുന്നു. അശോകന്റെ വാക്കുകൾ കേട്ട് ആശയാകെ വിഷമത്തിലാകുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഐഡിയ പറഞ്ഞത് എന്ന് ആശ സങ്കടത്തോടെ മറുപടി നൽകുന്നു. അശോകൻ ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്റെ പ്ലാനുകൾ ഇനി എങ്ങനെ നടപ്പിലാക്കും എന്നോർത്ത് ആശയാകെ തകർന്നു നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ഈ എപ്പിസോഡുകളുടെ വീഡിയോകളെല്ലാം അശ്ലോക് യൂണിവേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ പോയി കാണുക. അശോകന് ജോലി ലഭിക്കുമോ അതോ അവർ ഹോട്ടൽ ബിസിനസ് തന്നെ തുടങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. റെഡ് ഹാർട്ട് ഇടാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി വേഗം വരാം. ബൈ.